ഹായ് കൂട്ടുകാരെ, അങ്ങനെ ഞാൻ മെറീന ബീച്ചിലൂടെ ചായയൊക്കെ കുടിച്ചിങ്ങനെ നടക്കുക. അപ്പം ഞാൻ നോക്കിയപ്പോണ്ടല്ല ഒരു സാധനം, ഇത് എന്ത് സാധനം ഈ വരണമെന്ന് വിചാരിച്ചു. നമ്മുടെ പഞ്ചാബി ഹൗസിൽ പറയില്ലേ ലക്ഷപ്രഭുവാണ് കിടക്കുന്നത് എന്നൊക്കെ, അതേപോലെ തവളയാണോ ഈ കിടക്കണെന്ന് വെച്ചു. ആമ എന്നുള്ളൊരു പ്രതീക്ഷയൊന്നും ഇല്ലേ. ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. കുറച്ചു നേരം ഇങ്ങനെ നോക്കി നിന്നു. എന്നിട്ട് ഞാൻ പതുക്കെ പതുക്കെ അടുത്തേക്ക് ചെന്നപ്പോൾ മനസ്സിലായി, അയ്യോടാ ആമക്കുട്ടനാണല്ലേ ഈ കിടക്കണത്. പാവം തോന്നി കണ്ടപ്പോൾ. അപ്പോൾ കണ്ടപ്പോൾ ഞാൻ വെച്ചു ഒരാമയായിരിക്കും അങ്ങനെ ചത്ത് ചീഞ്ഞൊരവസ്ഥയിൽ കടലിൽ നിന്ന് ഇങ്ങനെ അടിഞ്ഞു വരുന്ന പതുക്കെ. പാവം. അത് കഴിഞ്ഞ് ദേ കരക്കെടുത്തുട്ടാ. കരക്കെടുത്ത് ചെന്ന് നോക്കിയപ്പോൾ ഏകദേശം ചീഞ്ഞൊരവസ്ഥയാണ്. സ്മെല്ലൊന്നും അധികം ഇല്ല കേട്ടാ. ഏകദേശം ചീഞ്ഞൊരവസ്ഥ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ അങ്ങോട്ട് നടന്നപ്പോണ്ട് മൂന്നെണ്ണം വേറെ കിടക്കണ്. ശരിക്കും കാണുമ്പോൾ വിചാരിക്കും പാറയൊക്കെയാണ് എടുക്കുന്നത്. ഞാൻ അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് കയറി ഇരുന്നാലോ എന്നുള്ള വിചാരിച്ചിട്ടാണ് പോണത് ട്ടാ. ഞാൻ ജീവൻ ഉണ്ടാവും എന്നാണ് വിചാരിച്ചത്. പക്ഷെ അകലെന്ന് കാണുമ്പോൾ അങ്ങനെ തോന്നുക. പക്ഷെ അടുത്തേക്ക് വന്നപ്പോഴാണ് അമ്മാതിരി ആമ. ജീവൊന്നുമില്ല, പാവങ്ങള് ചത്ത് കിടക്കാൻ മൂന്നും. ഇത് തന്നെയാണ് അവിടെ ഇവിടെയൊക്കെ കാണാം ഇതുപോലത്തെ അവസ്ഥ. പാവം തോന്നി കണ്ടപ്പോൾ. കുറച്ചു നേരം ഇങ്ങനെ തൊട്ടും തലോടിയൊക്കെ നിന്ന് നോക്കി. പിന്നെ കാക്കയൊക്കെ കുത്തി വലിച്ചിട്ടേ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത്. എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ തട്ടിയാലോ എന്ന് വെച്ചിട്ട് നോക്കി നിന്നോളൂ. അപ്പോൾ ഞാൻ അവിടെയുള്ള ചേട്ടന്മാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ജീവൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ കയറ്റി വിടാറുണ്ട്, അല്ലെങ്കിൽ ചിലതൊക്കെ ചത്തിട്ടാണ് ഇങ്ങനെ വരാറ് എന്ന് പറഞ്ഞു. അപ്പോൾ പാവം തോന്നി. കുറച്ചു നേരം അതിനെ നോക്കി നിന്നു. ആദ്യമായിട്ടുണ്ട് ഞാനിങ്ങനെ കടലാമനെ കാണുന്നത്. പണ്ടൊക്കെ ഡിസ്കവറിയിലേ കണ്ടിട്ടുള്ളൂ. നേരിട്ട് കണ്ടപ്പോൾ ഇങ്ങനെ കുറച്ചു നേരം വാച്ച് ചെയ്ത് നോക്കി നിന്നു. കണ്ട ഇതിപ്പോൾ കാക്കയൊക്കെ കൊത്തി വലിച്ചിട്ടുള്ള അവസ്ഥയാണ് പാവത്തിൻ്റെ. കിടക്കണ കിടപ്പ് കണ്ട. അമ്മ അമ്മാതിരി സാധനം, പാവം.